തമിഴ്നാട് രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന DMK, AIADMK എന്നീ രണ്ട് വൻ ശക്തികൾക്ക് പിന്നാലെ പോകാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ് മണ്ണിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീര്യം വീണ്ടെടുക്കാൻ എന്നോണം തമിഴക വെട്രി കഴകം എന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോം രൂപീകരിച്ചു. ഇതിലൂടെ DMK മുന്നോട്ട് വയ്ക്കുന്ന കുടുംബ രാഷ്ട്രീയത്തെയും BJPയുടെ ദേശീയതയെയും ഒരേപോലെ എതിർക്കുന്ന ഒരു മൂന്നാം പാത വെട്ടിത്തെളിക്കാനായതാണ് വിജയെ വ്യത്യസ്തനാക്കിയത്. തന്റെ സിനിമകളിലുടനീളം കെട്ടിപ്പടുത്ത സാധാരണക്കാരന്റെ പ്രതിനിധി എന്ന പ്രതിച്ഛായയെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞതും വിജയുടെ നേട്ടം തന്നെയാണ്. NT രാമറാവു ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ആത്മാഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാസങ്ങൾക്കുള്ളിൽ ഭരണം പിടിച്ചെടുത്തതിന് സമാനമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ വിജയ് തന്റെ ഫാൻസ് അസോസിയേഷനുകളെ രാഷ്ട്രീയ കേഡറുകളായി പരിവർത്തനം ചെയ്തു. അസം ഗണ പരീക്ഷത്ത് എന്ന വിദ്യാർത്ഥി സമരങ്ങളിലൂടെ പ്രാദേശിക വികാരം ആളിപ്പടർത്തി അധികാരത്തിലെത്തിയതും ആം ആദ്മി പാർട്ടി ഭരണവിരുദ്ധ വികാരത്തെ പ്രായോഗിക രാഷ്ട്രീയമായി മാറ്റിയതും വിജയുടെ തന്ത്രങ്ങളിൽ നിഴലിക്കുന്നുണ്ട്.